Welcome to Bosco Campus Vision. This is Rani, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. The last class we discussed time rate system of wage payment and its advantages. Today we are going to discuss what are the suitability of time rate system and the disadvantages of time rate system. Let's start today's topic. First topic is suitability. First one, suitability first one, when it is difficult to fix the standard time for doing a job. ഒരു പർട്ടിക്കുലർ ജോബ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്യാൻ ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനിൽ നമുക്ക് എന്ത് മെത്തേഡായിരിക്കും സ്യൂട്ടബിൾ? ടൈം റേറ്റ് സിസ്റ്റം ആയിരിക്കും സ്യൂട്ടബിൾ. അതായത് ആ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഏകദേശം എത്ര സമയം എടുക്കും എന്നത് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റാത്ത ഒരു കേസിലാണെങ്കിൽ അവിടെ ഏത് മെത്തേഡായിരിക്കും സ്യൂട്ടബിൾ? ടൈം റേറ്റ് സിസ്റ്റം ആയിരിക്കും സ്യൂട്ടബിൾ. ദെൻ സെക്കൻഡ് വൺ, വെൻ ക്വാളിറ്റി ഓഫ് ജോബ് ഈസ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ്. നമുക്കറിയാം ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിക്കാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുന്നതെങ്കിൽ ഏത് മെത്തേഡായിരിക്കും സ്യൂട്ടബിൾ? ടൈം റേറ്റ് വേജ് പേയ്മെൻറ്റ് സിസ്റ്റം ആയിരിക്കും സ്യൂട്ടബിൾ. ദെൻ തേർഡ് വൺ, വെൻ എ ജോബ് റിലേറ്റ്സ് ടു ഓഫീസ് ഓർ ക്ലറിക്കൽ വർക്ക്. അതുപോലെ ഓഫീസ് വർക്ക് ആയിക്കോട്ടെ, ഒരു ക്ലറിക്കൽ വർക്കായിട്ടുള്ള അങ്ങനെയുള്ള വർക്കാണെങ്കിലും ഏത് മെത്തേഡായിരിക്കും സ്യൂട്ടബിൾ? ടൈം റേറ്റ് സിസ്റ്റം ആയിരിക്കും സ്യൂട്ടബിൾ എന്ന് പറയുന്നത്. ഓക്കെ. Then fourth suitability is when collective effort of a group of person is necessary for the completion of the work. ഓക്കെ, ഒരു പർട്ടിക്കുലർ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൻ്റെ ആവശ്യം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പേഴ്സൻ്റെ എഫർട്ട് ആവശ്യമായിട്ടുണ്ടെങ്കിൽ, അവരുടെ കളക്റ്റീവ് എഫർട്ട് ആവശ്യമായിട്ടുണ്ടെങ്കിൽ അവിടെ ഏത് സിസ്റ്റം ആയിരിക്കും സ്യൂട്ടബിൾ? ടൈം റേറ്റ് സിസ്റ്റം ആയിരിക്കും സ്യൂട്ടബിൾ. ഓക്കെ, അപ്പോൾ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു ഗ്രൂപ്പിൻ്റെ എഫർട്ട് ആവശ്യമായിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് മെത്തേഡായിരിക്കും സ്യൂട്ടബിൾ എന്ന് പറയുന്നത്? ടൈം റേറ്റ് സിസ്റ്റം ആയിരിക്കും സ്യൂട്ടബിൾ. ദെൻ നെക്സ്റ്റ് വൺ, വേർ മെൻ്റൽ വർക്ക് ഈസ് ഇൻവോൾവ്ഡ്. അതായത് മെൻ്റൽ വർക്ക് ഇൻവോൾവ്ഡ് ആണ് എങ്കിൽ, നമ്മുടെ ഇൻ്റലിജൻസ് ഒക്കെ യൂസ് ചെയ്ത് ചെയ്യേണ്ടുന്ന ഒരു വർക്ക് ആണെങ്കിൽ അവിടെയും എന്ത് മെത്തേഡായിരിക്കും സ്യൂട്ടബിൾ? ടൈം റേറ്റ് സിസ്റ്റം ആയിരിക്കും സ്യൂട്ടബിൾ. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, വെയർ മെഷീൻസ്, എക്യുപ്മെൻറ്റ് ആൻഡ് ടൂൾസ് യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ ആർ ഡെലിക്കേറ്റ് ആൻഡ് വെരി കോസ്റ്റ്ലി. അതുപോലെ തന്നെ നമ്മൾ മെഷീൻസും എക്യുപ്മെൻറ്റും ടൂൾസും ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, അങ്ങനെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുവെങ്കിൽ അവിടെയും ഏത് മെത്തേഡായിരിക്കും സ്യൂട്ടബിൾ എന്ന് പറയുക? ടൈം റേറ്റ് സിസ്റ്റം ആയിരിക്കും സ്യൂട്ടബിൾ എന്ന് പറയുക. ലാസ്റ്റ് വൺ, വെയർ പ്രൊഡക്ഷൻ പ്രോസസ് ഈസ് കോംപ്ലിക്കേറ്റഡ്. പ്രൊഡക്ഷൻ പ്രോസസ്സ് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ പ്രോസസ്സാണ് നമ്മുടെ ഓർഗനൈസേഷനിലുള്ളതെങ്കിൽ അവിടെയും എന്ത് സിസ്റ്റം ആയിരിക്കും സ്യൂട്ടബിൾ? ടൈം റേറ്റ് സിസ്റ്റം ആയിരിക്കും സ്യൂട്ടബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ദർ ആർ 7 ഇമ്പോർട്ടൻറ്റ് സ്യൂട്ടബിലിറ്റി ഓഫ് ടൈം റേറ്റ് സിസ്റ്റം. ഓക്കെ. ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് disadvantages of time rate system. Disadvantages of time rate system. First disadvantages is inefficiency. This system leads to inefficiency as there is no link between wages and production. The workers may deliberately slow down the pace of work. അപ്പോൾ നോക്കിയേ, നമ്മൾ ഇൻഎഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കാരണമാകും ടൈം റേറ്റ് സിസ്റ്റമാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതെങ്കിൽ. അവിടെ വേജസ് പ്രൊവൈഡ് ചെയ്യുന്നത് ടൈമിൻ്റെ ബേസിലാണ്, പ്രൊഡക്ടിവിറ്റിയുടെ ബേസിലല്ല. അപ്പം അവിടെ വന്ന് ലേസി ആകാനും അല്ലെങ്കിൽ വർക്ക് ചെയ്യാതിരിക്കാനും ഒക്കെയുള്ള കാരണമായിട്ട് മാറും അല്ലേ. വർക്കേഴ്സ് മേ ഡെലിബറേറ്റ്ലി സ്ലോ ഡൗൺ ദ പേസ് ഓഫ് വർക്ക്. അവർ ചെയ്യുന്ന വർക്കിൽ അവരെന്താവും? സ്ലോ ഡൗൺ ആവും. അപ്പം നമ്മളിപ്പോൾ കൂടുതൽ ചെയ്താലും നമുക്ക് കിട്ടുന്ന സെയിം റേറ്റ് തന്നെയാണ്, ചെയ്തില്ലെങ്കിലും ഈ സെയിം റേറ്റ് ഓഫ് വേജസ് തന്നെയാണ് കിട്ടുന്നത് എന്നൊരു മനോഭാവം ഉണ്ടാകുകയും അതുവഴി ഇൻഎഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്യാനുള്ള കാരണവും ആകുന്നു. ഓക്കെ. ദെൻ സെക്കൻഡ് ഡിസഡ്വാൻറ്റേജസ് ഈസ് ലാക്ക് ഓഫ് മോട്ടിവേഷൻ. System does not provide any incentive to efficiency. Both efficient and inefficient are treated alike. ഇവിടെ എഫിഷ്യൻറ്റ് വർക്കർ ആണെങ്കിലും ഇൻഎഫിഷ്യൻറ്റ് വർക്കർ ആണെങ്കിലും അവരെ ട്രീറ്റ് ചെയ്യുന്നത് എന്താണ്? ഒരേപോലെയാണ് അല്ലേ. അപ്പം അല്ലെങ്കിൽ എഫിഷ്യൻറ്റ് വർക്കേഴ്സിന് അഡീഷണൽ ഇൻസെൻറ്റീവ്സ് ഒന്നും തന്നെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പം എല്ലാവരും ഒരേ ലെവലിലാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ എഫിഷ്യൻ്റ് ആകാനായിട്ടുള്ളൊരു മോട്ടിവേഷൻ എവിടെ കുറയുന്നു? ഈ ടൈം റേറ്റ് സിസ്റ്റത്തിൽ കുറയുന്നു. ഓക്കെ. Then third disadvantages is increased supervision. Third disadvantages is increased supervision. Time rate system leads to lower productivity, so strict supervision is required
to ensure better productivity. അപ്പം ഈ ജോലിക്കാർ ഇവിടെയുള്ള വർക്കേഴ്സ് ദാറ്റ് മീൻസ് ടൈം റേറ്റ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷനിലാണെങ്കിൽ അവിടുത്തെ വർക്കേഴ്സിന് എന്ത് ചെയ്യാനുള്ള സാധ്യത കുറവുണ്ട്, അവരുടെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ലേസി ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പ്രൊഡക്ടിവിറ്റി കുറയുന്നത് കാരണം അവിടെ ഒരു കൂടുതൽ സൂപ്പർവിഷൻ അല്ലെങ്കിൽ സ്ട്രിക്റ്റ് സൂപ്പർവിഷൻ ആവശ്യമായിട്ട് വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു എൻഷുർ ബെറ്റർ പ്രൊഡക്ടിവിറ്റി. അപ്പോൾ ബെറ്റർ പ്രൊഡക്ടിവിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രിക്റ്റ് സൂപ്പർവിഷൻ ആവശ്യമായിട്ട് വരുന്നു. ഓക്കെ, ദെൻ fourth one, increased overhead rate. As the productivity reduced, the output also reduced within which in turn leads to increase in overhead rate per unit. ഓക്കെ, അപ്പം ഇൻക്രീസ്ഡ് ഓവർഹെഡ് റേറ്റ് ആണ്. എങ്ങനെ ഓവർഹെഡ് റേറ്റ് കുറയും? പ്രൊഡക്ടിവിറ്റി റെഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ടും എന്ത് ചെയ്യും? കുറയും. പ്രൊഡക്ടിവിറ്റി ഓരോ ലേബേഴ്സിൻ്റെയും പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഓരോ വർക്കേഴ്സിൻ്റെയും പ്രൊഡക്ടിവിറ്റി കുറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടും എന്ത് ചെയ്യും? കുറയുന്നു. ഔട്ട്പുട്ടും കുറയുമ്പോൾ നമ്മൾ ഔട്ട്പുട്ട് കുറഞ്ഞാലും പ്രൊഡക്ടിവിറ്റി കുറഞ്ഞാലും അവർക്ക് ടൈം റേറ്റ് സിസ്റ്റം പ്രകാരം എപ്പോഴും കൊടുക്കുന്ന വേജസ് തന്നെയാണ് കൊടുക്കുന്നത്, അല്ലേ? അപ്പം ആ വേജസ് അതുപോലെ നിലനിൽക്കുകയും പ്രൊഡക്ടിവിറ്റി കുറയുകയും ചെയ്യുമ്പം അവരുടെ വേജ് റേറ്റ് കൂടും, അല്ലേ? അപ്പം അതനുസരിച്ച് ഓവർഹെഡ് റേറ്റും കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, നോ മോട്ടിവേഷൻ ടു ഇംപ്രൂവ് ആണ്. അണ്ടർ ദിസ് സിസ്റ്റം ദ വർക്കേഴ്സ് വിൽ ബി ഗെറ്റിംഗ് ദ യൂഷ്വൽ റേറ്റ് ഈവൻ ഇഫ് ഹീ ഈസ് ലെസ് എഫിഷ്യൻറ്റ്. അയാൾ എഫിഷ്യൻ്റ് ആണെങ്കിലും ലെസ് എഫിഷ്യൻ്റ് ആണെങ്കിലും അയാൾക്ക് എന്തേ കിട്ടുന്നുള്ളൊരു ഒരു പറഞ്ഞിരിക്കുന്ന ടൈം റേറ്റ് അനുസരിച്ച് മാത്രമേ കിട്ടുന്നുള്ളൂ, അല്ലേ? ദിസ് ഫെയിൽസ് ടു മോട്ടിവേറ്റ് എംപ്ലോയീസ് ടു ഇംപ്രൂവ് ദെയർ എഫിഷ്യൻസി ആൻഡ് സ്കിൽ. അപ്പം അവരിപ്പം എഫിഷ്യൻറ്റ് വർക്കർ ആണെങ്കിൽ കൂടിയും അവരുടെ ഹൈ പ്രൊഡക്ടിവിറ്റി എടുക്കില്ല. കാരണം ഇപ്പം ഞാൻ കൂടുതൽ പ്രൊഡക്ഷൻ നടത്തിയാലും അല്ലെങ്കിൽ കൂടുതൽ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താലും എന്തേ കിട്ടുള്ളൂ? എനിക്ക് ഈ സെയിം റേറ്റ് മാത്രമേ വേജസ് ആയിട്ട് കിട്ടുന്നുള്ളൂ. അപ്പോൾ പിന്നെ എന്തിനാണ് ഞാൻ കൂടുതൽ വർക്ക് ചെയ്യുന്നത് എന്നൊരു തോന്നൽ വർക്കേഴ്സിന് ഉണ്ടാകുകയും അതുകൊണ്ട് തന്നെ അത് എന്തിന് കാരണമാകും? ദിസ് ഫെയിൽസ് ടു മോട്ടീവ് എംപ്ലോയീസ് ടു ഇംപ്രൂവ് ദെയർ എഫിഷ്യൻസി ആൻഡ് സ്കിൽ. അപ്പോൾ അവരുടെ എഫിഷ്യൻസി അല്ലെങ്കിൽ സ്കില്ല് ഇംപ്രൂവ് ചെയ്യുന്നതിൽ എന്തായി പോവുകയും ചെയ്യും? മോട്ടിവേഷൻ ഇല്ലാതെ പോവുകയും ചെയ്യുന്നു. ഓക്കെ, ഡിയർ സ്റ്റുഡൻസ്, watch and listen these videos carefully and write the assignment questions like what are the suitability of time rate system. Then next question, what are the disadvantages of time rate system? Again, what are the suitability of time rate system and what are the disadvantages of time rate system?